ഇന്നത്തെ എൻ്റെ അതിഥികൾ കോളമിസ്റ്റ് നിർമ്മൽ എബ്രഹാം, റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയും സംരംഭകനും IT കൺസൾട്ടന്റുമായ ജോൺ പണിക്കർ, മുതിർന്ന മാധ്യമപ്രവർത്തകനും ഈ മലയാളി ന്യൂസ് പോർട്ടൽ ചീഫ് എഡിറ്ററുമായ ജോൺ ജോസഫ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ നിർമ്മൽ എബ്രഹാമിലേക്കാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ ആയത്തുള്ള അലി ഖൊമൈനി തന്നെ വളരെ പരസ്യമായ രംഗത്തെത്തിയിരിക്കുന്നു. ഈ ദുരന്തത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും, ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഇറാന്റെ പരസ്യ പിന്തുണയോടുകൂടെ ഇസ്രയേൽ ഹമാസ് സംഘർഷം ചെങ്കടൽ മേഖലയിലേക്കും ഔദ്യോഗികമായി വ്യാപിക്കുന്നു എന്ന് പറയാനാവുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അതിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ ദിവസം നടന്ന ട്വിൻ ബോംബിങ്സിന്റെ ഉത്തരവാദിത്തം ഐസിസ് ഏറ്റെടുത്തു എന്ന് ഐസിസ് തന്നെ തുറന്നു പറഞ്ഞു. അതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഐസിസ് അല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. അപ്പൊ ഐസിസ് നമുക്കറിയാവുന്ന പോലെ വർഷങ്ങളായിട്ട് ഇറാന്റെ ഒരു ത്രെറ്റാണ് ഷിയ സുന്നി സ്പ്ലിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഏകദേശം ഇറാഖ് സിറിയ ബോർഡറിൽ 10,000-ഓളം ഐസിസ് സോൾജേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റൊരു ത്രെറ്റൂടെ ഇറാൻ വന്നിരിക്കുകയാണ്. അമേരിക്കയും UK പരസ്യമായിട്ട് വാൺ ചെയ്തതിനപ്പുറം ഇപ്പൊ ഐസിസിന്റെ കൂടെ ത്രെറ്റ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇറാൻ കാര്യം പറഞ്ഞാൽ വാർഷിപ്പ് ഒക്കെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇപ്പം അങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരുമെന്ന്. പിന്നെ ഇത് സിംബോളിക്കലി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മേൽ പ്രഷർ എടുത്തു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2024 നമുക്ക് ഇലക്ഷൻ വരുന്നു. ബൈഡൻ ഓൾറെഡി ഗ്യാസ് പ്രൈസസും ഇൻഫ്ലേഷൻ റേറ്റും ഒക്കെ ഹൈ ആണെന്ന പേരിൽ 2-3 വർഷമായിട്ട് വഴി കേൾക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ ഒരു വാർ പോലും നടന്നിട്ടില്ല, ഒരു കോൺഫ്ലിക്റ്റ് പോലും ഈ പറയുന്ന ഒരു രാജ്യത്തിൽ നടന്നിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇത്ര അധികം വാറുകൾ, 22 മാസമായിട്ട് റഷ്യ യുക്രൈൻ വാർ തുടരുന്നു. 22,000 ആളുകൾ മരിച്ചിട്ടും ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ഇതിൽ ചൈന തായ്വാൻ കഴിഞ്ഞ വർഷം 2-3 തവണ ആ കോൺഫ്ലിക്റ്റ് പൊട്ടിപ്പുറപ്പെട്ടു. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബൈഡനെ ഇത് ശരിക്കും പറഞ്ഞ സിറ്റുവേഷനിലാക്കിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഒരു വലിയൊരു വാറിലോട്ടൊന്നും പോകുന്നു തോന്നുന്നില്ല. പക്ഷെ സിംബോളിക്കലി അവർ ഉദ്ദേശിക്കുന്നത് ഈ പ്രഷർ ചെലുത്തുമ്പോഴത്തേക്കും ഇതിന്റെ കോസ്റ്റ് കൂടും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ റെഡ് സീ വഴി പോകുന്ന കണ്ടെയ്നേഴ്സ് വഴി മാറി പോകേണ്ടി വരും. അങ്ങനെ വഴി മാറി പോകുമ്പോൾ ഏകദേശം 10 ദിവസം മുതൽ 2 ആഴ്ച വരെ ഡിലേ വരും. അങ്ങനെ ഡിലേ വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടുകൾക്ക് ഡിലേ വരും. ഈ യാത്ര കറങ്ങി ചെയ്യുന്നതിന് ഏകദേശം $1 മില്യൺ അഡീഷണൽ കോസ്റ്റ് ഓരോ റൗണ്ട് ട്രിപ്പിനും വരും. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് കോസ്റ്റ് കൂടും, ഫ്രൈറ്റ് ചാർജസ് കൂടും, നാച്ചുറലി അതുകൊണ്ട് ഓയിൽ പ്രൈസസ് കൂടും, സാധനങ്ങളുടെ വില കൂടും, ഇൻഫ്ലേഷൻ കൂടും. സോ അതിന് ഉത്തരവാദി അമേരിക്കയാണെന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഹൂത്തികളുടെ ലക്ഷ്യം. ഇസ്രായേൽ ഹമാസ് സംഘർഷമാണ് ഇപ്പോൾ ചെങ്കടലിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് വഴിവെച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ ഇത് നടത്തുന്നതെന്നാണ് ഹൂതികൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് സംഘർഷം ചിത്രത്തിൽ നിന്ന് മാറി പലസ്തീന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് അധികം ശ്രദ്ധ ആകർഷിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധ മുഴുവൻ ചെങ്കടലിലേക്ക് മാറുന്നുണ്ടോ? അതെ, ഹൂതികൾ ചെയ്യുന്നത് നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അയലത്ത് തോറ്റേന് അമ്മയോട് എന്ന് പറയുന്ന പോലെ ഇപ്പൊ സിംഗപ്പൂരിന്റെ മാൾട്ടയുടെ ഒക്കെ ഷിപ്പുകളെ ആക്രമിച്ചുകൊണ്ട് ഇവർക്കൊന്നും നേടാൻ സാധിക്കുന്നത്. നേരത്തെ ഇവിടെ ശ്രീ ജോൺ പണിക്കർ പറഞ്ഞ പോലെ തന്നെ ലോകത്തെ മൊത്തം അത് എഫക്ട് ചെയ്യും, എങ്കിൽ ലോകം മൊത്തം എതിര് നിൽക്കും. നേരത്തെ പറഞ്ഞ ഹൂതികളുടെ ഫൈറ്റേഴ്സിനെ തീവ്രവാദികളായിട്ടാണ് പലരും കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ മരണമോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ 10 പേരെ വധിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ പേരിൽ ഒരു ദുഃഖാചരണം ഒന്നുമല്ല ഉണ്ടാകുന്നത്. അത് ആൾക്കാർക്കൊരു വിഷയമല്ല. ശരിക്കും യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് പലസ്തീനിലെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. 23,000 പേര് മരിച്ചു, 58,000 ആൾക്കാർ വൂണ്ടഡായി, 7,000 ആളുകൾ മിസ്സിംഗ് ആണ്. അതിനൊരു തടസ്സം വരുത്താൻ, അതിനൊരു പ്രൊട്ടസ്റ്റ് ആണ് ഹൂത്തീസ് ഉദ്ദേശിച്ചെങ്കിൽ അവർ ചെയ്തത് തെറ്റായ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ആണ്. പിന്നെ ലോകമഹായുദ്ധത്തിന്റെ കാര്യം നേരത്തെ മെൻഷൻ ചെയ്തു, ജോർജ് സാറിനോട് ചോദിക്കുകയും ചെയ്തു. അതിനോട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യും. ഒരു അൺലൈക്ലി സിനാരിയോ ഒരു പക്ഷേ ഉണ്ട്, പക്ഷെ ലോകമഹായുദ്ധത്തിലോട്ടൊന്നും പോകത്തില്ല. പക്ഷെ കോൺഫ്ലിക്ട് എല്ലാ സോണിലും ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 22 മാസമായി 675 ദിവസമായിട്ട് റഷ്യ യുക്രൈൻ വാർ നടക്കുന്നു. കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇസ്രായേൽ പലസ്തീൻ വാർ നടക്കുന്നു. നോർത്ത് കൊറിയയിൽ കിം ജോങ് ഉൻ വെല്ലുവിളികൾ നടത്തി കഴിഞ്ഞു, എന്റെ എല്ലാ ശത്രുക്കളെയും ഞാൻ ഇല്ലാതാക്കുന്നു. സൗത്ത് അമേരിക്കയിൽ ഓയിലിന്റെ പേരിലുള്ള കോൺഫ്ലിക്ട്സ് നടക്കുന്നു. അതേപോലെ തൈവാനിൽ ഈ 13-ാം തീയതി ജനുവരി 13-ാം തീയതി ഇലക്ഷൻ വരുവാണ്. ചൈന തൈവാൻ കഴിഞ്ഞ വർഷം 3 തവണ ഏകദേശം ഏറ്റുമുട്ടിയപ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് അവിടെ ഇടപെടേണ്ടി വരുന്നുണ്ട് 1978 ഒരു ട്രീറ്റി അനുസരിച്ച്. സോ അതുകൊണ്ട് ഈ 13-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ 2 പാർട്ടികൾ അവിടെ മെയിൻ. ഒന്ന് DPP പാർട്ടിയുണ്ട്, KMT പാർട്ടിയുണ്ട്. KMT പാർട്ടിയാണ് പ്രോ തായ്വാൻ പാർട്ടി, DPP പാർട്ടിയാണ് പ്രോ ചൈന പാർട്ടി. ഇതിൽ ഏത് പാർട്ടി ജയിക്കുന്നതനുസരിച്ച് ചൈനയ്ക്കും തായ്വാനുമായിട്ടുള്ള ബന്ധം വഷളാകാനും ഒരു പക്ഷേ നേരെയാകാനുള്ള സാധ്യതകളുണ്ട്. അവിടെ അമേരിക്കയ്ക്ക് ഈ ഒരു സമയത്ത് ഇടപെടേണ്ടി വന്നാൽ ബൈഡന് മേലത് ഫർദർ പ്രഷറാണ് കൊണ്ടുവരാൻ പോകുന്നത്.